മിത്ര സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് ഇന്ന് കൃഷി ആക്രമിക്കുന്ന ഒരുപാട് കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. അതിനായുള്ള മിത്ര സൂക്ഷ്മാണുക്കൾ ഇന്ന് വിപണിയിലും അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലെക്കാനിസീലിയം ലെക്കാനി എന്ന് പറയുന്നത്. അപ്പം ഈ ലെക്കാനിസീലിയം 2 രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. ദ്രാവക രൂപത്തിലും അതുപോലെ പൊടി രൂപത്തിലും ഇത് കിട്ടുന്നു. എങ്ങനെയാണ് ഇതുപയോഗിച്ച് നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായും ലെക്കാനിസീലിയം നീരൂറ്റി കുടിക്കുന്ന ജീവികളായ വെള്ളീച്ച, മുഞ്ഞ, മീലിമുട്ട, ശൽക്ക കീടങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിളകളിലെ ആക്രമിക്കുന്ന ഈ കീടങ്ങൾക്കെതിരെ ലെക്കാനിസീലിയം ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ലെക്കാനിസീലിയം ലെക്കാനിയാണ്. ഇത് പൊടി രൂപത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ദ്രാവക രൂപത്തിലുള്ള ലെക്കാനിസീലിയം നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇത് രണ്ടും 2 രീതികളിലാണ് നമുക്ക് ചെടികളിൽ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് എങ്ങനെയാണ് പൊടി രൂപത്തിലുള്ള ലെക്കാനിസീലിയം ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ലിറ്റർ വെള്ളം, 20 ഗ്രാം ലെക്കാനിസീലിയം, അതുപോലെ 10 ഗ്രാം ശർക്കര എന്നിവയാണ്. ഇതിനായിട്ട് നമ്മളിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 10 ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ഇതിൽ ശർക്കര ചേർക്കുന്നത് ഇലകളിൽ തളിക്കുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഇലകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തളിക്കുമ്പോൾ ഇലകളുടെ അടിയിൽ പിടിക്കുന്ന രീതിയിൽ തളിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ തളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലെക്കാനിസീലിയം ഒരു മിത്ര സൂക്ഷ്മാണു ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സമയങ്ങളിൽ ഇത് തളിക്കാനായിട്ട് പാടില്ല. അങ്ങനെ തളിക്കുകയാണെങ്കിൽ ഈ മിത്ര സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകുന്നതിന് കാരണമാകും. ഇത് നമ്മൾ ഇലയിൽ തളിക്കുന്ന സമയത്ത് കീടങ്ങളുടെ ശരീരവുമായിട്ട് ഇത് സമ്പർക്കത്തിൽ വരികയും അതിന് രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കീടങ്ങൾ പിന്നീട് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തയ്യാറാക്കിയ ലായനി നമുക്കൊരു ഹാൻഡ് സ്പ്രെയറിലേക്ക് ഒഴിക്കാം.